ചാനലിൽ എന്തോ ഒരു പ്രതീക്ഷ ഇവളുടെ ചാനലാണ് ഞാൻ ആദ്യം കയറി നോക്കിയത്. അപ്പൊ ഇന്ന് മിഥിലയുടെ റിസപ്ഷൻ വിശേഷങ്ങളാണ്. കൂട്ടത്തിൽ ലാസ്റ്റ് എന്റെ ചെറിയൊരു സന്തോഷം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും മുടി അഴിച്ചിട്ടിട്ട് ഇന്ന് ഞാനത് കെട്ടിവെച്ച് നോക്കിയത് കൊള്ളാല്ലേ. കായംകുളം ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു റിസപ്ഷൻ. ചെന്നപ്പോ തന്നെ ഒരു സൈഡില് വെൽക്കം ഡ്രിങ്കും ഒരു സൈഡില് ചായയും വടയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നൊരു ജ്യൂസ് ഒക്കെ കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് മിഥിലയും സിദ്ധാർത്ഥും കൂടി വരുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ഞാൻ അന്ന് തന്നെ അവളുടെ കല്യാണത്തിന്റെ വീഡിയോ ഇടാത്തതിന്റെ പരാതിയാണ് അവൾക്ക് പറയാനുള്ളത്. അതുപോട്ടെ, അതെന്തായാലും ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ കയറാറായപ്പോൾ ഞങ്ങളും അകത്തോട്ട് കയറി. മിഥില ഇട്ടിരിക്കുന്ന ഡ്രസ്സും ആ കളറും അവൾക്ക് നല്ല സ്യൂട്ടായിരുന്നു. അങ്ങനെ ഇനി ചെക്കൻ്റെയും പെണ്ണിന്റെയും എൻട്രി ടൈമാണ്. കല്യാണം പോലെ തന്നെ റിസപ്ഷനും നല്ലൊരു എൻട്രി തന്നെയായിരുന്നു. അങ്ങനെ ഇൻട്രോ ഒക്കെ കഴിഞ്ഞിട്ട് മിഥിലയുടെ സിദ്ധാർത്ഥിന്റെ ഫാമിലി ഒക്കെ ആയിട്ട് ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയത് ഇവരുടെ ഒരു പ്യുവർ ലവ് മാരേജ് ആണ് കേട്ടോ. അതും ഒരുപാട് വർഷം സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് വർഷം വെയിറ്റ് ചെയ്ത് നടന്ന കല്യാണം. അതിന്റെ ഹാപ്പിനെസ് അവർക്ക് രണ്ടുപേർക്കും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് വിഷ് ഒക്കെ ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് നല്ല ഹെവി തന്നെ ആയിരുന്നു, ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഈ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് എന്തൊക്കെ എൻ്റെ പ്ലേറ്റിൽ ഇട്ടേന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഇടയ്ക്ക് എന്തോ ഒരു കറി മിസ്സായിട്ട് ആ ചേട്ടൻ എന്നെ വിളിച്ചു തന്നതാണ്. ഫുഡ് വേസ്റ്റ് ആക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഞാൻ പതുക്കെ കഴിച്ചു തീർത്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. നല്ല രാത്രി ആയതുകൊണ്ട് അവരെന്നെ വീട്ടിൽ കൊണ്ടാക്കി. അങ്ങനെ ഇനി ഞാൻ ആദ്യം പറഞ്ഞ സന്തോഷം കണ്ടേ. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് അത്ര വലിയ കാര്യമാണോ എന്ന് തോന്നിയേക്കാം, പക്ഷേ ഇതെനിക്ക് സ്പെഷ്യലാണ്. റിസപ്ഷന് പോയപ്പോൾ ഗൗരി എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്നതാണ്. എനിക്ക് 300 സബ്സ്ക്രൈബേഴ്സ് ആയി. ശരിക്കും ഞാൻ അത് അപ്പോഴാണ് കേട്ടോ അറിയുന്നത്. ശരിക്കും ഇത് വീട്ടിൽ ഞാൻ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് സന്തോഷമോ സങ്കടമോ എന്താണെന്നറിയില്ല, കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. അവൾ എന്നോട് പറഞ്ഞിരുന്നു ഇത് കണ്ടന്റിന് നന്നല്ല, യൂട്യൂബിൽ ഇടണ്ടാന്ന്. പക്ഷെ ഇത് എനിക്ക് ഇടാതിരിക്കാൻ പറ്റൂല. ഒരുപാട് സന്തോഷത്തോടെ താങ്ക്സ് ഗൗരി.